പത്തനംതിട്ട തിരുവല്ലയ്ക്ക് സമീപം സങ്കടകരമായ ഒരു വാർത്ത. കുറ്റൂരിൽ നഴ്സിംഗ് വിദ്യാർത്ഥിയായ 19-കാരനെ തൂങ്ങി മരിച്ച നില കണ്ടെത്തി. കുറ്റൂർ തലയാർ സ്വദേശി അനിൽ ജോസിന്റെ മകൻ ആരോൺ അനിലാണ് മരിച്ചത്. തമിഴ്നാട്ടിലെ ഒരു നഴ്സിംഗ് കോളേജിലെ 1ാം വർഷ വിദ്യാർത്ഥിയായിരുന്നു ആരോൺ. ഷിജോ കുര്യൻ ഈ വാർത്തയുടെ അപ്ഡേഷനുമായി നമുക്കൊപ്പം ചേരുന്നു. ഷിജോ, ശരിക്കും എന്താണ് സംഭവിച്ചത്? ഈ ആരോൺ മൊബൈൽ ഫോണിലൊക്കെ അഡിക്റ്റ് ആയിരുന്നു എന്നുള്ള രീതിയിലുള്ളൊക്കെ വാർത്ത വരുന്നുണ്ടല്ലോ, എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? SKN സങ്കടകരമായിട്ടുള്ള വാർത്തയാണ് പത്തനംതിട്ട തിരുവല്ല കുറ്റൂരിൽ നിന്ന് പുറത്തു വരുന്നത്. ഇന്നലെ രാത്രി 9 മണിയോടുകൂടിയാണ് 19 വയസ്സുകാരനെ വീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുറ്റൂർ തലയാർ സ്വദേശി 19 വയസ്സുകാരനായിട്ടുള്ള ആരോൺ അനിൽ ജോസ് ആണ് വീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ചത്. ഇതിനകത്ത് ഈ ആരോൺ മൊബൈൽ ഫോണിന് അഡിക്റ്റ് ആയിരുന്നു എന്നുള്ള തരത്തിലുള്ള ചില വിവരങ്ങൾ നമുക്ക് പോലീസിൽ നിന്നും ആ പ്രദേശത്തെ ചില ആളുകളിൽ നിന്നുമൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ആരോണിന്റെ ഫോൺ കഴിഞ്ഞ 2 ദിവസമായിട്ട് തകരാറിലായിരുന്നു. പിതാവിന്റെ ഫോണാണ് ആരോൺ ഉപയോഗിച്ചു വന്നിരുന്നത്. ഇന്നലെ രാത്രി ആരോണും പിതാവും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. അമ്മ മകളുടെ ഒരു ആവശ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദേശത്ത് 2 മാസമായി വിദേശത്താണ്. അപ്പോൾ ആരോണും അച്ഛനും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ഇന്നലെ രാത്രി ഭക്ഷണം കഴിക്കാനായിട്ട് വിളിക്കാൻ വേണ്ടി അച്ഛൻ മുറിയിലേക്ക് പോയപ്പോഴും ആരോൺ കതക് തുറക്കുന്നുണ്ടായിരുന്നില്ല. പിന്നീട് അച്ഛൻ നടത്തിയ തിരച്ചിലിലാണ് ആരോണിനെ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 19 വയസ്സുകാരനാണ് മരിച്ച ആരോൺ അനിൽ ജോസ്. തമിഴ്നാട്ടിലെ ഒരു കോളേജിലെ 1ാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിയായിരുന്നു. സംഭവത്തിൽ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. മൃതദേഹം ഇപ്പോൾ തിരുവല്ല താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. SKN. ഓക്കെ, താങ്ക് യു ഷിജോ കുര്യൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.